നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊരട്ടി ആറ്റപ്പാടത്ത് പിതാവിനെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര കോടശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ജനകീയ സദസ്സും സംഘടിപ്പിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ കായികോത്സവം ലക്ഷ്യ 2025 സംഘടിപ്പിച്ചു. യുവതിയെ മാനഹാനി വരുത്തുകയും KSRTC ബസ് കണ്ടക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. കേരള സംസ്ഥാന അധ്യാപക അവാർഡുകൾ നേടിയ തൃശൂർ ജില്ലയിലെ മികച്ച അധ്യാപകരെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ആദരിച്ചു. വാർത്തകൾ വിശദമായി. കൊരട്ടി ആറ്റപ്പാടത്ത് പിതാവിനെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. ആറ്റപ്പാടം എലിസബത്ത് ഗാർഡനിൽ താമസിക്കുന്ന കരിയാട്ടിൽ വീട്ടിൽ 57 വയസ്സുള്ള ജോയിയാണ് മരണപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് മകൻ 37 വയസ്സുള്ള ക്രിസ്റ്റിയെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയാണ് നാടിനെ നടുക്കിയ കൊല നടന്നത്. ക്രിസ്റ്റി വാങ്ങിക്കൊണ്ടുവന്ന മദ്യം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനിടയിൽ രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കവും ബഹളവും ഉണ്ടായതായി പറയുന്നു. നിർമ്മാണ തൊഴിലാളിയായ ക്രിസ്റ്റി രാത്രിയിൽ മദ്യവുമായി എത്തി രണ്ടുപേരും ചേർന്ന് മദ്യപിക്കുന്നതിനിടയിൽ ജോയിയെ ക്രിസ്റ്റി മർദ്ദിച്ചെന്നും പറഞ്ഞ് ജോയി സമീപത്തെ വീട്ടുകാരോട് പറഞ്ഞതായും പറയപ്പെടുന്നു. വീണ്ടും വീട്ടിലേക്ക് ചെന്ന ജോയിയും ക്രിസ്റ്റിയും തമ്മിൽ വഴക്കുണ്ടാവുകയും ക്രിസ്റ്റി വീട്ടിലുണ്ടായിരുന്ന കത്തികൊണ്ട് ജോയിയുടെ കഴുത്തിൻ്റെ ഇടതുഭാഗത്തായി കുത്തിയതായും ചോര വാർന്ന ജോയി മരണപ്പെടുകയും ചെയ്തു. അപ്പനെ കുത്തി പരിക്കേൽപ്പിച്ചതായി ക്രിസ്റ്റി തന്നെയാണ് കൊരട്ടി പോലീസിൽ വിളിച്ചറിയിച്ചത്. പോലീസ് എത്തിയപ്പോഴേക്കും ജോയി മരണപ്പെട്ടിരുന്നു. ക്രിസ്റ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി ഓർമ്മയില്ലാത്ത അവസ്ഥയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കഴിയൂ എന്നും പറഞ്ഞു. ബുധനാഴ്ച രാവിലെ ഫോറൻസിക് വിദഗ്ധരെത്തി നടത്തിയ പരിശോധനയിലാണ് കഴുത്തിൽ ആഴത്തിലുള്ള കത്തി കൊണ്ടുള്ള കുത്ത് കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാവും മരണമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കുത്തിയ കത്തിയും ക്രിസ്റ്റി പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് മേൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഭാര്യ ജെസ്സിയും ജോയിയും തമ്മിൽ പിരിഞ്ഞാണ് കഴിയുന്നത്. മകൾ ജസ്മി, ക്രിസ്റ്റിയും ജോയിയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. മദ്യപിച്ച് സ്ഥിരമായി വഴക്കുണ്ടാക്കുന്നത് പതിവായതിനാൽ കുത്തി പരിക്കേൽപ്പിച്ച കാര്യം സമീപവാസികൾ ആരും തന്നെ അറിഞ്ഞില്ല. പോലീസ് സ്ഥലത്തെത്തി ക്രിസ്റ്റിയെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് അടുത്ത വീട്ടുകാർ വരെ സംഭവം അറിയുന്നത്. സംഭവത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ, കൊരട്ടി SHO അമൃതരംഗൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടന്നുവരുന്നു. പോലീസ് ലോക്കപ്പ് മർദ്ദനത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര കോടശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ജനകീയ സദസ്സും സംഘടിപ്പിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. കോടശ്ശേരി മണ്ഡലം പ്രസിഡന്റ് MO ജോൺ, ഡൽജിത്ത് ഞെർലേലി, CB ആന്റണി, സുനിൽ K മേനോൻ, അഡ്വക്കേറ്റ് ലിജോ ജോൺ, സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, അരുൺകുമാർ PK, രഞ്ജിത്ത് VR, ബൈജു അറക്കൽ, ഷാജു വെളിയൻ, ബാബു കൊട്ടേക്കാട്ടുകാരൻ, കോടന നാരായണൻകുട്ടി, ജോസ് കോച്ചക്കാടൻ, ജോമോൻ ജോസഫ്, ജോയ് ചെമ്പകശ്ശേരി, സുനന്ദ നാരായണൻ, ബിജി ഡേവിസ്, ലില്ലി ജോസഫ്, സുമ ഗിരിജൻ എന്നിവർ നേതൃത്വം നൽകി. അത് ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നാട്ടില് ഇവിടുത്തെ സാധാരണക്കാരന് നീതി കിട്ടില്ല നമുക്കുറപ്പാണ്. ഈ സമയത്താണ് കേരളത്തില് അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിലെ CCTV പരിശോധിച്ച് നമുക്കറിയാം. പോലീസുകാരെ ചോദ്യം ചെയ്യാനെന്ന് വിളിപ്പിച്ചിട്ട് ഈ കാക്കിയിട്ട നരാധനന്മാര് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊലയ്ക്ക് കൊടുക്കുക. എന്ത് പോലീസാണിത് നിങ്ങൾക്കറിയാലോ? എനിക്ക് തോന്നുന്നു 1980-70 കാലഘട്ടത്തില് കള്ളിയാങ്കാട്ട് നീലി എന്നൊരു സിനിമ ഇറങ്ങിയത്. അവിടെ വെച്ച് 5 പോലീസുകാർ ചേർന്ന് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചു.
വലതു കാൽമുട്ടുകൊണ്ട് സുജിത്തിന്റെ വയറിൽ ചവിട്ടിയപ്പോൾ കമിഴ്ന്നടിച്ചു നിന്ന സുജിത്തിനെ ഈ മുട്ടുഭാഗം ഉപയോഗിച്ച് അവരുടെ സുജിത്തിന്റെ തണ്ടലും അടിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടും ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ചാലക്കുടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, മുൻ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി, അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്ത്, തോമസ് മാളിയേക്കൽ, ശ്രീകുമാർ ചാലക്കുടി, ആൻറ്റു മേലേപ്പുറം, ഇട്ടുപ്പ് ഐനിക്കാടൻ, വിജയൻ മൂഴിക്കൽ, മേരി നളൻ, CM തങ്കപ്പൻ, രാജ്കുമാർ സിത്താര, റിൻഡോസ് KV, AM ചന്ദ്രശേഖരൻ, ലിജോ ജോസ്, പ്രീതി ബാബു, തോമസ് പുല്ലാടൻ എന്നിവർ സംസാരിച്ചു. ജനകീയ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രതിഷേധ സമരങ്ങളുടെ കാരണം എല്ലാവർക്കും അറിയാം. കേരളത്തിലെ പോലീസ് നിഷ്ക്രിയമായ ഒരു കാലഘട്ടമാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ പോലീസ് തരംതാണ ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ കായികോത്സവം ലക്ഷ്യ 2025 സംഘടിപ്പിച്ചു. സ്കൂൾ മൈതാനത്ത് നടന്ന കായികോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CDCB അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA വൈസ് പ്രസിഡന്റ് CB സുരേഷ്, SMC ചെയർമാൻ സജീവൻ NV, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് സന്ധ്യ PU, സ്റ്റാഫ് സെക്രട്ടറി CG ഫിലോ, സ്പോർട്സ് ക്യാപ്റ്റൻ ആദിൽ TS തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ സ്പോർട്സ് നമുക്കറിയാം, നമ്മുടെ ശാരീരികമായും മാനസികമായും കായികമായുമെല്ലാം നമ്മളെ ആരോഗ്യപരമാക്കുന്ന ഒരു വിനോദമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഈ സ്പോർട്സിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പേര് തന്നെ നല്ലൊരു നിങ്ങളെ ഈ 2025 സ്പോർട്സിൽ ഇതിൻ്റെ കായിക വിനോദത്തിൻ്റെ ഒരു പേര് വളരെ ഇഷ്ടപ്പെട്ട് ലക്ഷ്യ. നമുക്കിതുപോലെയുള്ള കളിക്കളങ്ങളിൽ നിന്നാണ് വലിയ വലിയ കായിക താരങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും നമ്മുടെ ജീവിതത്തിലേക്കുള്ള വലിയ സ്റ്റെപ്പുകളാണെന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാവണം. അപ്പം എല്ലാവരും ഓരോ ഐറ്റത്തിലും കഴിയും വിധം പങ്കെടുക്കുക, വിജയികളാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചാലക്കുടി പനമ്പിള്ളി സ്മാരക ഗവൺമെൻറ് കോളേജിൽ കെയർ കേരള ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെ ഉണർവ് സെമിനാർ സംഘടിപ്പിച്ചു. കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KS ഷാജു അധ്യക്ഷത വഹിച്ചു. RJ TR ശരത്ത് ക്ലാസ് നയിച്ചു. മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി, കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ B ഗോപകുമാർ, കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെൻറ്റ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് മാത്യു, കോളേജ് യൂണിയൻ ജോയിൻറ്റ് സെക്രട്ടറി AK ഹിബ എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ക്ലാസ് എടുക്കുന്ന ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ശരത് സാർ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. വളരെ രസകരമായും വളരെ ഊർജ്ജസ്വലതയോടും കൂടി ഒട്ടനവധി ക്ലാസ്സുകൾ ഞാൻ അദ്ദേഹത്തിന് കേട്ടിട്ടുള്ളതാണ്. ക്ലാസ് കേട്ടാൽ ഞങ്ങളും ഇവിടെ ഇരുന്നു പോകും. അതുപോലെ തന്നെ വളരെ നിങ്ങളെയൊക്കെ അതിലേക്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ട് വളരെ രസകരമായി നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു ക്ലാസ് എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. യുവതിയെ മാനഹാനി വരുത്തുകയും KSRTC ബസ് കണ്ടക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. ആലുവയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് യാത്രക്കാരുമായി വന്ന KSRTC ബസ്സിനുള്ളിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറുകയും ഇത് ചോദ്യം ചെയ്ത കണ്ടക്ടറെ ആക്രമിച്ച് ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. നെന്മണിക്കര ചിറ്റിച്ചേരി സ്വദേശി കുറുപ്പുവളപ്പിൽ 56 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയെ ചാലക്കുടി SHO MK സജീവാണ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ 9-നാണ് സംഭവം. ഇടക്കൊച്ചി സ്വദേശി തൈക്കൂട്ടത്തിൽ വീട്ടിൽ ജോബിയായിരുന്നു ബസ്സിലെ കണ്ടക്ടർ. ബസ് ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയപ്പോൾ പ്രതി ബസ്സിൽ മുന്നിലെ സീറ്റിലിരുന്ന യുവതിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചും മറ്റും ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ യുവതി പരാതിപ്പെട്ടു.
തുടർന്ന് ബസ് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിലേക്ക് കൃഷ്ണൻകുട്ടിയെ വിളിപ്പിച്ചു. ഇതിനിടയിലാണ് കണ്ടക്ടറെ ആക്രമിച്ചത്. ഈ സംഭവങ്ങളിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. യുവതിയെ ഉപദ്രവിച്ചതിനും ബസ് കണ്ടക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസുകൾ. തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേരള സംസ്ഥാന അധ്യാപക അവാർഡുകൾ നേടിയ തൃശൂർ ജില്ലയിലെ മികച്ച അധ്യാപകരെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ആദരിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ പ്രധാനാധ്യാപിക സിസ്റ്റർ ആഗ്നസ് CMC, ഗവൺമെൻറ് ഹൈസ്കൂൾ അയ്യന്തോളിലെ അധ്യാപകൻ സൈജൻ TT എന്നിവരെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചത്. അധ്യാപകർ സമൂഹത്തിൻ്റെ വഴികാട്ടികളും യുവതലമുറയുടെ മാതൃകയും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരിപാലിക്കുന്നതിൽ സദാ ജാഗ്രത പുലർത്തുകയും സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന കർത്തവ്യം പരിപാലിക്കുകയും ചെയ്യേണ്ടവരാണ് എന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഓർമ്മിപ്പിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ജോബ് PC മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊരട്ടി ആറ്റപ്പാടത്ത് പിതാവിനെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര കോടശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ജനകീയ സദസ്സും സംഘടിപ്പിച്ചു. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ കായികോത്സവം ലക്ഷ്യ 2025 സംഘടിപ്പിച്ചു. യുവതിയെ മാനഹാനി വരുത്തുകയും KSRTC ബസ് കണ്ടക്ടറുടെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. കേരള സംസ്ഥാന അധ്യാപക അവാർഡുകൾ നേടിയ തൃശൂർ ജില്ലയിലെ മികച്ച അധ്യാപകരെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ആദരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.